Hi children, good morning. Welcome back to our social science class. Now we are going through the fifth chapter, Economic Sources. We studied about primary sector, secondary sector and tertiary sector in our previous class. Today we are going to study the interrelation among these sectors. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടേഴ്സറി സെക്ടർ ഇവ തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചാണ്. ഓക്കെ, ലെറ്റ് us start. Look at the table. CSO, Central Statistical Office, classified the economic activities included primary, secondary and tertiary sectors. What is primary sector? This sector involving activities making direct use of natural resources. അല്ലേ, നാച്ചുറൽ റിസോഴ്സസ് നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് പ്രൈമറി സെക്ടർ. കൃഷിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ട് ഈ സെക്ടറിനെ അഗ്രികൾച്ചറൽ സെക്ടർ എന്നും പറയുന്നു. പ്രൈമറി സെക്ടറിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണോ? അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസ്, ഫോറസ്ട്രി, ഫിഷിംഗ് ആൻഡ് മൈനിങ്. Next, secondary sector. What is secondary sector? There are economic activities that manufacture goods making use of the products of primary sector as the raw materials. Such activities fall under the secondary sector. Primary sectorലെ ഉൽപ്പന്നങ്ങൾ റോ മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്ന സെക്ടറാണ് സെക്കൻഡറി സെക്ടർ. ഇവിടെ ഇൻഡസ്ട്രിക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. അതുകൊണ്ട് ഈ സെക്ടറിനെ ഇൻഡസ്ട്രിയൽ സെക്ടർ എന്നും വിളിക്കും. അതിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണെന്ന് നോക്കൂ. ഇൻഡസ്ട്രി, ജനറേഷൻ ഓഫ് ഇലക്ട്രിസിറ്റി, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, ഇൻഡസ്ട്രിയും അതുപോലെ വൈദ്യുതി ഉൽപ്പാദനവും കെട്ടിട നിർമ്മാണവും ഒക്കെ സെക്കൻഡറി സെക്ടറിലാണ് ഉൾപ്പെടുന്നത്. നെക്സ്റ്റ്, ടേഴ്സറി സെക്ടർ. Tertiary sector collects and distributes products of primary and secondary sectors. In addition to this, service sector includes education, transport, banking, IT, etc. അതായത് പ്രൈമറി സെക്ടറിലെയും സെക്കൻഡറി സെക്ടറിലെയും ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും ടേഴ്സറി സെക്ടറിലെ പ്രവർത്തനങ്ങളാണ്. ഇതുകൂടാതെ ഇതിൽ ഉൾപ്പെടുന്നത് എഡ്യൂക്കേഷൻ, ട്രാൻസ്പോർട്ട്, ബാങ്കിങ്, IT എന്നിവയൊക്കെയാണ്. ടേഴ്സറി സെക്ടർ ഇൻക്ലൂഡ്സ് ഓൾ സർവീസസ്. എല്ലാ സേവന പ്രവർത്തനങ്ങളും ചേർന്നതാണ് ഈ ടേഴ്സറി സെക്ടർ. അതുകൊണ്ട് ഇതിനെ സർവീസ് സെക്ടർ എന്നുകൂടി വിളിക്കുന്നുണ്ട്. അണ്ടർസ്റ്റാൻഡ്? ഓക്കെ. Look at the picture depicting the interrelation among these sectors. Can you elicit from the picture how they are interrelated? ഈ പ്രൈമറി, സെക്കൻഡറി, ടേഴ്സറി സെക്ടറുകളുടെ പരസ്പര ബന്ധം കാണിക്കുന്ന ഒരു ചിത്രമാണ് ഇത്. ഈ ചിത്രത്തിൽ നോക്കിയ ഈ മേഖലകൾ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് കണ്ടെത്താം. ഫസ്റ്റ് നോക്കൂ, പ്രൈമറി സെക്ടർ. അവിടെ എന്താ നടക്കുന്നത്? കൾട്ടിവേഷൻ ഓഫ് കോട്ടൺ കൾട്ടിവേഷൻ അല്ലേ? അവിടെ കോട്ടൺ കൾട്ടിവേഷൻ ആണ് പ്രൈമറി സെക്ടറിൽ നടക്കുന്നത്. സെക്കൻഡറി സെക്ടറിൽ എന്താണ്? ആ കോട്ടൺ, പ്രൈമറിയിൽ ഉണ്ടാക്കിയ കോട്ടൺ സെക്കൻഡറി സെക്ടറിൽ മേക്കിംഗ് ക്ലോത്ത് ആക്കി മാറ്റുകയാണ്. പിന്നെ ടേഴ്സറി സെക്ടറിലോ ആ ക്ലോത്ത് കളക്ട് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ടേഴ്സറി സെക്ടറിലെ ടെക്സ്റ്റൈൽസിൽ നിന്നാണ് അല്ലേ? ഇത് നമുക്ക് ഈ മൂന്ന് സെക്ടേഴ്സും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. റോ കോട്ടൺ, എ പ്രൊഡക്റ്റ് ഓഫ് പ്രൈമറി സെക്ടർ, ഈസ് എ റോ മെറ്റീരിയൽ ടു ദ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. The services of transport and communication are essential for supplying these products to the customers. All these are services of tertiary sector. മനസ്സിലായല്ലോ? പ്രൈമറി സെക്ടറിലെ പ്രൊഡക്റ്റായ കോട്ടൺ സെക്കൻഡറി സെക്ടറിലെ ഈ തുണി വ്യവസായത്തിന് അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിക്ക് വേണ്ട റോ മെറ്റീരിയൽ ആണ് അല്ലേ? ഈ ടേഴ്സറി സെക്കൻഡറി സെക്ടറിൽ ഉണ്ടാക്കിയ ക്ലോത്ത് ആവശ്യക്കാർക്ക് എത്തിക്കുന്നത് ടേഴ്സറി സെക്ടറിലെ ഗതാഗത വാർത്താവിനിമയ സഹായങ്ങളൊക്കെ ആവശ്യമാണ്. അത് എവിടെയാണ് സംഭവിക്കുന്നത്? ടേഴ്സറി സെക്ടറിലാണ്. ഇതൊക്കെ ടേഴ്സറി സെക്ടറിലെ സേവനങ്ങളാണ്. മനസ്സിലായല്ലോ ഈ മൂന്ന് സെക്ടേഴ്സും തമ്മിലുള്ള ഇന്റർ റിലേഷൻ? മറ്റൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം നമ്മൾ റബ്ബർ കൾട്ടിവേറ്റ് ചെയ്യുന്നു. പ്രൈമറി സെക്ടറിൽ റബ്ബർ കൾട്ടിവേഷൻ നടത്തുന്നു. പിന്നെ സെക്കൻഡറി സെക്ടറിൽ വെച്ചിട്ട് എന്താ ചെയ്യുന്നത്? മേക്കിംഗ് ഓഫ് ടയർ.
സെക്കൻഡറി സെക്ടറിൽ വെച്ച് അത് ടയറാക്കി മാറ്റും. ടേഴ്സറി സെക്ടറിലോ ആ ടയർ കളക്ട് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, ഓരോ കടകളിലേക്കും അല്ലെ കടകളിൽ നിന്ന് വീടുകളിലേക്കും ഒക്കെ എത്തിക്കുന്നു ടേഴ്സറി സെക്ടറിൽ. അപ്പോൾ അവിടെ എന്താണ് പ്രൈമറി സെക്ടറും ടേഴ്സറി സെക്ടറും സെക്കൻഡറി സെക്ടറും എന്താണ് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അതുപോലെ മറ്റൊരു എക്സാമ്പിൾ നോക്കൂ. പ്രൈമറി സെക്ടറിൽ ഉണ്ടാക്കുന്ന ഷുഗർ കെയിൻ, നമ്മൾ കൃഷിയാണ്, കരിമ്പ് ഉണ്ടാക്കുകയാണ് പ്രൈമറി സെക്ടറിൽ ഉണ്ടാക്കിയ ഷുഗർ കെയിൻ കൾട്ടിവേഷൻ. സെക്കൻഡറി സെക്ടറിൽ എന്താക്കി മാറ്റുന്നു? അത് ഷുഗർ ആക്കി മാറ്റും, പഞ്ചസാരയാക്കി മാറ്റും. പിന്നെ അത് എന്ത് ചെയ്യും? അത് ഷോപ്പുകളിലേക്ക് എത്തിക്കുന്നത്, അവിടുന്ന് ഡിസ്ട്രിബ്യൂട്ട് കസ്റ്റമേഴ്സിന് നൽകുകയും ചെയ്യുന്നു. അപ്പൊ ഇതൊന്നും എന്ത് നമുക്ക് മനസ്സിലാക്കാം? ദ ഇന്റർ റിലേഷൻ എമംഗ് ദീസ് സെക്ടേഴ്സ് അല്ലേ? ഈ മേഖലകൾ ഓരോന്നും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്? Look at the table. This table showing the percentage of employment availability in different indicators from 1993 to 2011. അതായത് ചില സെക്ടറിൽ എംപ്ലോയ്മെന്റ് അവൈലബിലിറ്റി അല്ലെങ്കിൽ തൊഴിൽ ലഭ്യത കൂടി വരുമ്പോൾ ചില സെക്ടറിൽ എംപ്ലോയ്മെന്റ് അവൈലബിലിറ്റി കുറഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾക്ക് ഈ ടേബിള് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. 93 മുതൽ 2011 വരെ ഓരോ മേഖലയിലെയും തൊഴിൽ ലഭ്യത വിശദമാക്കുന്ന പട്ടികയാണിത്. റൈറ്റ് യുവർ ഫൈൻഡിങ് ആഫ്റ്റർ അനലൈസിങ് ദിസ് ടേബിൾ ബേസ്ഡ് ഓൺ ദ ഫോളോയിങ് ഇൻഡിക്കേറ്റേഴ്സ്. നോക്കൂ, ഫസ്റ്റ് വൺ നോക്കൂ. വിച്ച് സെക്ടർ ഷോസ് ആൻ ഇൻക്രീസ്ഡ് ട്രെൻഡ് ഇൻ ദ അവൈലബിലിറ്റി ഓഫ് എംപ്ലോയ്മെന്റ്? ഏതെല്ലാം സെക്ടറിലാണ് എംപ്ലോയ്മെന്റ് അവൈലബിലിറ്റി വർദ്ധിച്ചു വരുന്നത്? നോക്കൂ, നമുക്ക് ആദ്യം പ്രൈമറി നോക്കാം. പ്രൈമറിയിൽ നോക്കൂ, 93യേക്കാളും കുറവാണ് 2005, 2005നേക്കാളും കുറവാണ് 2011 അല്ലെ? 64.9, 56.5, 53.2. അപ്പൊ അത് കുറഞ്ഞാണ് വരുന്നത് അല്ലേ? സെക്കൻഡറി സെക്ടറിലോ 14.2, 18.7, 21.5 കൂടി വരുന്നുണ്ട്. ടേഴ്സറി സെക്ടറിലോ 20.9, 24.8, 25.3. അപ്പോൾ ഏതെല്ലാം സെക്ടറിലാണ് എംപ്ലോയ്മെന്റ് അവൈലബിലിറ്റി കൂടി വരുന്നത്? ആൻസർ സെക്കൻഡറി സെക്ടർ ആൻഡ് ടേഴ്സറി സെക്ടർ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് സെക്ടർ ഷോസ് ഹയസ്റ്റ് അവൈലബിലിറ്റി ഓഫ് എംപ്ലോയ്മെന്റ് ഇൻ ഓൾ പീരിയഡ്സ്? ഏതെല്ലാം സെക്ടറിലാണ് എംപ്ലോയ്മെന്റ് അവൈലബിലിറ്റി എല്ലാ കാലഘട്ടത്തിലും കൂടുതലുള്ളത്? അതായത് 93-ലും 2005-ലും 2011-ലും കൂടുതലുള്ളത് ഏതാണ്? അത് നമുക്ക് ടേബിൾ നോക്കിയാൽ മനസ്സിലാവും. അത് പ്രൈമറി സെക്ടർ ആണ്. പ്രൈമറി സെക്ടറിൽ 93-ൽ 64.9 ഉണ്ട്, 2005-ൽ 56.5 ഉണ്ട്, 2011-ൽ 53.2 ഉണ്ട്. സെക്കൻഡറിയിലും ടേഴ്സറിയിലും അത്ര കൂടുതലില്ല അല്ലേ? അപ്പോൾ വിച്ച് സെക്ടർ ഷോസ് ഹയസ്റ്റ് അവൈലബിലിറ്റി ഓഫ് എംപ്ലോയ്മെന്റ് ഇൻ ഓൾ പീരിയഡ്സ്? പ്രൈമറി സെക്ടർ. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ. How much is the employment availability in primary sector greater than that of the other two sectors in 2011? 2011 പ്രൈമറി സെക്ടറിലെ എംപ്ലോയ്മെന്റ് അവൈലബിലിറ്റി മറ്റ് രണ്ട് സെക്ടറിലെയും എംപ്ലോയ്മെന്റ് അവൈലബിലിറ്റിയേക്കാൾ എത്ര പെർസെൻറ്റേജ് കൂടുതലാണെന്നാണ് അല്ലേ? അപ്പോൾ സെക്കൻഡറി സെക്ടറിനേക്കാളും എത്ര പ്രൈമറി സെക്ടറിൽ എംപ്ലോയ്മെന്റ് അവൈലബിലിറ്റി കൂടുതലുണ്ടെന്ന് അറിയാൻ എന്ത് ചെയ്യാം? പ്രൈമറി സെക്ടറിലെ 53.2 അതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യുക? സെക്കൻഡറി സെക്ടറിലെ 21.5 മൈനസ് ചെയ്യാം. അപ്പോൾ എത്ര ആൻസർ കിട്ടും? 31.7%. അതുപോലെ ടേഴ്സറി സെക്ടറിനേക്കാൾ പ്രൈമറി സെക്ടറിൽ എത്ര എംപ്ലോയ്മെന്റ് അവൈലബിലിറ്റി കൂടുതലുണ്ടെന്ന് അറിയാൻ എന്ത് ചെയ്യാം? പ്രൈമറി സെക്ടറിലെ 53.2 മൈനസ് ടേഴ്സറി സെക്ടറിലെ 25.3. അപ്പോൾ ആൻസർ എത്ര കിട്ടും? 27.9%. ഓക്കെ, അതായത് പ്രൈമറി, സെക്കൻഡറി, ടേഴ്സറി മേഖലകളിൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്നത് പ്രൈമറി സെക്ടർ ആണെന്ന് ഇതിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ടുഡേസ് ക്ലാസ് ഈസ് ഓവർ. I hope all of you got my class. Thank you.